ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ബീവർ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് എക്സ്പൾസിൻ്റെ ഒരു സർവീസ് കഴിഞ്ഞിട്ട് വണ്ടി കൊണ്ടുവന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ ഒരു സർവീസിന് ഒരു പ്രത്യേകത ഉണ്ട്. 1000 രൂപ താഴെ വന്ന ആദ്യത്തെ സർവീസ്. അതല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ഒരു സർവീസ് ഇത്രയും ലോ കോസ്റ്റിൽ ചെയ്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്രയും കാര്യങ്ങളെന്ന് പറയാൻ ഒരുപാട് വലിയ കാര്യമൊന്നും ചെയ്തില്ല. നോർമലായിട്ടുള്ളൊരു ഫോർ സർവീസ് വരുന്ന കാര്യങ്ങളല്ലേ. ജസ്റ്റ് ഒരു ഓയിൽ ടോപ്പപ്പ്, പിന്നെ അതുകൂട്ട് തന്നെ ചെയിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, അതുകൂട്ട് മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊന്നും ചെക്ക് ചെയ്യുക, അത്രേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ നേരത്തെയും ഇതേ സെയിം കാര്യങ്ങൾ ചെയ്തൊരു സർവീസിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നേരം എനിക്ക് എത്ര രൂപ റേറ്റ് ആയെന്നും ഇപ്പോൾ ഈ ഒരു റേറ്റും എത്ര ആയെന്നുള്ളത് നോക്കുമ്പോൾ എനിക്ക് നല്ല ഒരു ചെറിയ ഡിഫറൻസ് ഒക്കെ തോന്നുന്നു. കാരണം ഈ ഒരു പൈസ ഇത്രയും ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ ബാക്കി ഷോറൂമിലൊക്കെ സർവീസിൻ്റെ കൂടെ അഡീഷണൽ ചാർജസ് ആയിട്ട് ഓരോന്നൊക്കെ വാങ്ങിക്കുന്നത് എന്തിനായിരുന്നു എന്നൊക്കെ തോന്നുന്നു. ഇനിയിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഷോറൂമിൽ കൊണ്ട് കയറ്റി, അതിൻ്റെ പേര് വീണ്ടും അവിടെ തന്നെ വരാനായിട്ട് അവർ ചെയ്തതാണോ എന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ വണ്ടി കണ്ടുകൊണ്ട് സംസാരിക്കാം. ഇത്രയും ചെയ്തു എന്ന് ഞാൻ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു വാഷിംഗ് ആണ്. വണ്ടി ഫുള്ള് വാഷ് ചെയ്ത് തന്നിട്ടുണ്ട് അവർ. വാഷ് ചെയ്ത് തന്നു എന്ന് പറയുമ്പോൾ ഫ്രീ വാഷാണ് എനിക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. സാധാരണ എനിക്കൊരു 130 രൂപയോളം ഒക്കെ എടുത്താണ് വാഷ് ചെയ്ത് തരുന്നത്. എന്നാലും ആ വാഷിങ് എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇതൊക്കെ ഈ ടയറിൻ്റെ ഭാഗമായാലും വണ്ടി കൊണ്ടു കൊടുത്ത കണ്ടീഷൻ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല. കാരണം വണ്ടി കൊണ്ടു കൊടുത്ത കണ്ടീഷനിൽ ഇതിൻ്റെ എവിടെല്ലാം ചെളിയാവോ അതുകൂട്ട് പന്നലായി ഒരു ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാതെ കൊണ്ടു നടക്കുന്ന രീതിയിലുള്ള കണ്ടീഷനിലാണ് ഞാൻ ഈ ഒരു വണ്ടി ഇന്ന് സർവീസിന് കൊണ്ട് കയറ്റിയത്. പക്ഷേ അവർ അവിടുന്ന് തന്നത് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു വാഷിങ്ങും കാര്യങ്ങളൊക്കെ. അതായത് നമ്മളൊരു 250 രൂപയൊക്കെ കൊടുത്ത് അല്ലാതെ വാഷ് ചെയ്യാനായിട്ട് കയറ്റുമ്പോൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ അവരെനിക്ക് വണ്ടി വാഷ് ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വാഷിങ്ങും കാര്യങ്ങളൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഷോറൂമിൽ വണ്ടി എഴുതുന്നത്. കാരണം ഇത്രയും നാളെ ഞാൻ വിചാരിച്ചത് ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊന്നും കൊള്ളത്തില്ല, അതുകൊണ്ട് ഇവിടെ കയറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ്. പിന്നെ ഈ പ്രാവശ്യം ഇവിടെ കയറ്റാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഓയിൽ ടോപ്പപ്പ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ചെയിൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ചെയിൻ അവർ ക്ലീൻ ചെയ്തില്ല. കാരണം ഞാൻ അവിടെ വണ്ടി കൊടുത്തപ്പോൾ പറയാൻ 2 കാര്യങ്ങൾ: ഒന്ന് വാഷ് ചെയ്യേണ്ട, 2 ചെയിൻ ലൂബ് ചെയ്യേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 130 രൂപ എടുത്ത് വാഷ് ചെയ്യുന്നതിനെക്കാട്ടി 250 രൂപ എടുത്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പക്കയായിട്ട് വാഷ് ചെയ്തിട്ടും. കാരണം സാധാരണ രീതിയിൽ വാഷ് ചെയ്യാൻ കൊണ്ട് കൊടുക്കുമ്പം ആ ഒരു പെർഫെക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ തന്നെ ചെയ്യുന്നതാണ് അതിലും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോൾ സമയമില്ലാത്തവർക്ക് ആ ഒരു രീതിയിൽ പോകാം. പക്ഷേ എനിക്ക് ഇച്ചിരി സമയം ഉള്ളതുകൊണ്ട് ഞാൻ സ്വയം വാഷ് ചെയ്യാനൊക്കെ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ചെയിൻ ലൂബ് ചെയ്യാൻ ഏകദേശം 200 രൂപയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലൂബ് ചെയ്യുന്ന ഒരു പാട്ട ചെയിൻ ലൂബ്, അതായത് ഒരു 4-5 തവണ അടിക്കാമെന്ന് കൂട്ടിക്കും. അങ്ങനെ ഒരു ചെയിൻ ലൂബ് ചെയ്യുന്ന പാട്ടയുടെ വില 290 രൂപ അല്ലെങ്കിൽ 300 രൂപയാവുന്നേ ഉള്ളൂ. ആ വിലയ്ക്ക് പോട്ടെ, 10 തവണ ചെയ്യാൻ മിനിമം പറയുന്ന KTMൻ്റെ ഓക്കേസിൻ്റെ ലൂബ് വരും. അതിന് 650-660 രൂപയാവുന്നുള്ളൂ. ഈ 660 രൂപയ്ക്ക് 10 തവണ ചെയ്യാം. 6 തവണ വെച്ച് കൂട്ടിയാൽ പോലും 100 രൂപയാവുന്നുള്ളൂ ഒരു ലൂബ് ചെയ്യുന്നതിന്. പിന്നെ നമ്മുടെ മെനക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനാകുമ്പോൾ സെൻട്രൽ സ്റ്റാൻഡും കാര്യങ്ങളും ഇല്ല, പെഡോക്സ് കയറ്റി മെനക്കേട്ട് ചെയ്യണം. പക്ഷേ അത് ഈ ഒരു എമൗണ്ടിൻ്റെ ഡിഫറൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്വയമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. വേറെ ആരുടെ സഹായം ഇല്ല ചെയ്യാൻ. പെഡോക്സ് ഉള്ളപ്പം പെഡോക്സ് കയറ്റി വെക്കാനും ഇറക്കാനും ഒക്കെ എനിക്ക് വേറൊരാളുടെ സഹായം കൂടെ വേണ്ടി വരും. ബാക്കി ചെയിൻ ലൂബും കാര്യങ്ങളെല്ലാം വീട്ടിൽ നിന്ന് ക്ലീൻ ചെയ്ത് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് സമയമുണ്ടെങ്കിൽ ആ ഒരു രീതി ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും ഞാൻ അവോയ്ഡ് ചെയ്തു. ആവശ്യമില്ലാതെ ആ ഒരു കാര്യം കൂടെ എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ എവരി 500 കിലോമീറ്റേഴ്സിൽ ഞാൻ ചെയിൻ ലൂബ് ചെയ്യുന്നതാണ്. പ്രോപ്പറായിട്ട് ഞാൻ ചെയിൻ ലൂബ് ചെയ്ത് പോകുന്നതുകൊണ്ട് അപ്പോൾ എനിക്ക് സ്വയം ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇപ്പം അങ്ങനെ ആ ഒരു ശീലം, ഒരു ഡെയിലി റിട്ടേൺ പോലെ ഒരു ശീലമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത് വിഷയമില്ല. അതുകൊണ്ട് ചെയിൻ ക്ലീൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ കുറച്ച് നാളായി ചെയിൻ ക്ലീൻ ചെയ്തിട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചെയിൻ കാണാൻ പറ്റും, ഒരുമാതിരി പന്നലായിട്ട് തുരുമ്പിച്ചൊരവസ്ഥയിലേക്ക് ഇരിക്കുന്നുണ്ട്. പിന്നെ വാഷിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. പിന്നെ എഞ്ചിൻ ഓയിൽ ടോപ്പപ്പ് മാത്രമേ വണ്ടിക്കകത്ത് ചെയ്തിട്ടുള്ളൂ. എഞ്ചിൻ ഓയിൽ ടോപ്പപ്പ്, ചെയിൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു, ബ്രേക്കും കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്തില്ല. ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ കാര്യം പറയുമ്പം 1800 രൂപയോളം ആകും ബ്രേക്ക് പാഡിന്. ആ ഒരു ബ്രേക്ക് പാഡേ അവിടെ സ്റ്റോക്ക് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ കാര്യം വേണ്ടാന്ന് വെച്ചു. ആ ഒരു നമ്മൾ മിനിമൈസ് ചെയ്ത് പ്രാവശ്യത്തെ സർവീസ് നടത്താം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് പോയത്. അതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ. അപ്പോൾ ഞാൻ സർവീസിൻ്റെ കോസ്റ്റിനെ പറ്റി പറയാം. ഏകദേശം 250 രൂപയാണ് എനിക്ക് ഈ ഒരു സർവീസിനായിട്ടുള്ളത്. 1000 രൂപ പ്രതീക്ഷിച്ച് സർവീസിന് വണ്ടി കൊണ്ട് കയറ്റി എനിക്ക് 250 രൂപ എന്ന് പറയുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഒന്ന് അതിശയിപ്പിക്കുന്ന കാര്യം തന്നെ. കാരണം ഞാൻ ഇത്ര ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 4V എടുത്തപ്പോൾ തൊട്ട് സർവീസ് കോസ്റ്റ് നല്ലതായിട്ടുണ്ടായിരുന്നു. പിന്നെ 2Vക്ക് 38 രൂപയ്ക്ക് വരെ സർവീസ് ചെയ്ത കൂട്ടുകാരൻ എനിക്കുണ്ട്. പക്ഷേ 4V വന്നതിന് ശേഷം ഞാൻ അത് പ്രതീക്ഷിക്കുന്നത്. കാരണം എഞ്ചിൻ ഓയിലിൻ്റെ റേറ്റാണ്. ഓയിലിൻ്റെ റേറ്റ് ഉണ്ട്, 1000 സംതിങ് ഓയിലിൻ്റെ റേറ്റ് വരുന്നുണ്ട്. 1200 എൻ്റെ അടുത്ത് ആദ്യം വാങ്ങിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അത്രയും റേറ്റ് വരുന്നുണ്ട്. പക്ഷേ 250 രൂപയ്ക്ക് വെർത്താണ് ഈ സർവീസ്. എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഈ ഒരു സർവീസ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു സർവീസിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഇൻഫോം ചെയ്യാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ഇട്ട്. എന്തെങ്കിലും കാര്യങ്ങൾ വണ്ടിയെ സംബന്ധിച്ച് അറിയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ XPULSE 200 4Vയെ പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ തരുന്നതായിരിക്കും. അതെല്ലാം ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സീ ഇൻ ദ വെരി നെക്സ്റ്റ് വീഡിയോ. ബൈ ആൾ. പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും എൻ്റെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാത്തവർ വിട്ടുവരെ. ഓക്കെ, ബൈ.